ഇന്ന് സെപ്റ്റംബർ 8 വേൾഡ് ഫിസിയോതെറപ്പി ഡേ. ഫിസിക്കൽ ആക്ടിവിറ്റീസിൻ്റെ ഇമ്പോർട്ടൻസ് അതുപോലെ ഫിസിയോതെറപ്പിസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് ജനറൽ പബ്ലിക്കിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ വർഷത്തെ ഫിസിയോതെറപ്പി ഡേ തീം ലോവർ ബാക്ക് പെയിൻ ആണ്. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വി ഹാവ് വിത്ത് അസ് മിസ് ദയ മാത്യു, സീനിയർ ഫിസിയോതെറപ്പിസ്റ്റ് ആൻഡ് ഇൻചാർജ്, ആൻഡ് മിസ്റ്റർ ജിബിൻ സേവ്യർ, ഫിസിയോതെറപ്പിസ്റ്റ് ഫ്രം ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിസിയോതെറപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ. വെൽക്കം. അക്യൂട്ട് ലോ ബാക്ക് പെയിൻ ആയിട്ട് വരുന്നൊരു പേഷ്യൻറ്റിന് ഫിസിയോതെറപ്പിസ്റ്റ് എന്ന രീതിയിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ഇഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മെത്തഡോളജീസ് ഒന്ന് പറയാമോ? അക്യൂട്ട് പെയിനുള്ള പേഷ്യൻസിനെ നമ്മൾ അസസ് ചെയ്തിട്ട് പലതരം ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. ഓരോ പേഷ്യൻസിന് എന്താണ് പ്രോബ്ലം നോക്കിയിട്ട് അസസ് ചെയ്തതിന് ശേഷം അതിനനുസരിച്ചാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. അതിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് പേഷ്യൻ്റ് എഡ്യൂക്കേഷനാണ്. പേഷ്യൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്ത് ഏറ്റവും ആദ്യം തന്നെ പേഷ്യൻ്റ് എഡ്യൂക്കേറ്റ് ചെയ്ത് പെയിൻ കുറയ്ക്കുന്ന ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതൊരു 4 to 5 days നമ്മളതൊരു പാക്കേജായിട്ട് ചെയ്ത് ഒരു 4 to 5 days പെയിൻ കുറയ്ക്കുന്ന ട്രീറ്റ്മെൻറ്റ് എടുത്ത് പെയിൻ കുറഞ്ഞതിന് ശേഷം ടൈലേർഡ് ആയിട്ടുള്ള ഒരു എക്സസൈസ് പ്രോഗ്രാം നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യും. അപ്പോൾ ആദ്യം ഒരു ജനറലായിട്ട് കുറച്ച് എക്സസൈസുകൾ പറഞ്ഞു കൊടുത്തിട്ട് അത് അവരോട് വീട്ടിൽ കണ്ടിന്യൂ ചെയ്യാൻ പറയും. അത് കഴിഞ്ഞ് ഒരു 1 week കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ റിവ്യൂവിന് വിളിക്കും. അതേപോലെ ഒരു ടൈലേർഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാം ഫിക്സ് ചെയ്തിട്ടാണ് അവരെ വിടുന്നത്. അതുപോലെ നമ്മളിപ്പോൾ പെയിൻ കുറയ്ക്കുന്നതിനായിട്ട് ഹാൻഡ്സ് ഓൺ ടെക്നിക്സ് എല്ലാം യൂസ് ചെയ്യാറുണ്ട്. അക്യൂട്ട് പെയിനിൽ ജനറലി അത് നല്ലൊരു എഫക്റ്റീവ് മെത്തേഡ്, ട്രിഗർ പോയിന്റ് റിലീസ് പോലെയുള്ള ഹാൻഡ്സ് ഓൺ ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ എന്ന് മെൻഷൻ ചെയ്തിരുന്നു. നടുവേദന കുറയ്ക്കുന്നതിൽ പേഷ്യൻ്റ് എഡ്യൂക്കേഷനുള്ള ഇമ്പോർട്ടൻസ് എന്താണ്? എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് ആക്ച്വലി നമ്മുടെ ഒരു കോമൺലി നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണതയെന്ന് പറഞ്ഞാൽ പെയിൻ കുറഞ്ഞാൽ പിന്നെ അവർ എക്സസൈസ് ചെയ്യാൻ നമ്മുടെ ജനറലി ആർക്കും വലിയ താല്പര്യമില്ല. അപ്പോൾ അവർ പിന്നെ എക്സസൈസ് നമ്മൾ പഠിപ്പിച്ചാൽ പോലും അവരത് എക്സസൈസ് ചെയ്യാറില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വളരെ ഫസ്റ്റ് ഡേ തന്നെ ഞങ്ങൾ സ്ട്രെസ് ചെയ്യാറുണ്ട്. കാരണം ഇതൊരു പ്ലാറ്റ്ഫോമാണ്, പെയിൻ റെഡ്യൂസ് ചെയ്യാന്നുള്ളത് ഒരു പ്ലാറ്റ്ഫോമാണ്, നമ്മൾ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാറ്റ്ഫോം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും അവരോട് എഡ്യൂക്കേറ്റ് ചെയ്യും. നിങ്ങളിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം ഡെയിലി ട്വൈസ് അല്ലെങ്കിൽ വൺസ് ഇൻ എ ഡേ എങ്കിലും ചെയ്തിരിക്കണം എന്ന് പറയാറുണ്ട്. പിന്നെ ഇത് ചെയ്തില്ലെങ്കിൽ വീണ്ടും പെയിൻ തിരിച്ചു വരാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് പറയാറുണ്ട്. അപ്പോൾ അതാണ് മെയിനായിട്ട്. പിന്നെ അവരെ പോസ്റ്റർ കറക്ഷൻ, അതിന് എക്സസൈസ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു ഹാൻഡ് ഔട്ട് കൊടുക്കും, അത് നോക്കി അവർക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. അതിനവർക്കൊരു 1 week കഴിഞ്ഞിട്ട് റിവ്യൂ പറയാറുണ്ട് ഈ എക്സസൈസിൽ പ്രോഗ്രാം. പിന്നെ അവരോട് ഈ നമ്മൾ ചെയ്ത എക്സസൈസുകൾ മാത്രമല്ല ഒരു റൂട്ടീനായിട്ടുള്ള ഒരു എയറോബിക് ആക്ടിവിറ്റി, വാക്കിംഗ് അല്ലെങ്കിൽ ഒരു സ്വിമ്മിങ് പോലെയുള്ള ഒരു ആക്ടിവിറ്റി അതിനോട് ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് പറയാറുണ്ട്. അതാണ് എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ആരും തന്നെ അത് ചെയ്യാനായിട്ട് റെഡി ആവുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കോമൺലി കണ്ടുവരുന്ന ഒരു പ്രവണത. അതേപോലെ തന്നെ ഇവർക്ക് ചിലപ്പോൾ ചെറിയൊരു മിസ്റ്റേക്സ് ആയിരിക്കും ഇവർക്ക് ബാക്ക് പെയിൻ വരാൻ കാരണം. അപ്പോൾ അത് ഇവർ ഡെയിലി ആക്ടിവിറ്റീസിൽ ചെയ്യുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ നമ്മൾ കറക്റ്റ് ചെയ്ത് വിടുമ്പോൾ തന്നെ അവരുടെ ബാക്ക് പെയിൻ മാറിയിട്ടുണ്ടാവും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് അവരെ പേഷ്യൻറ്റിനെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതും കൂടി നമ്മളുടെ ഒരു റെസ്പോൺസിബിലിറ്റി. നമ്മൾ ശരിക്കും അവരോട് സംസാരിക്കും എങ്ങനെയാണ് അവരുടെ വർക്ക് സ്റ്റേഷൻ ആക്ടിവിറ്റീസ് അല്ലെ വീട്ടിലെ ആക്ടിവിറ്റീസ്, നമ്മൾ കിച്ചൻ്റെ ലെവലിൽ പ്ലാറ്റ്ഫോം ലെവൽ, അങ്ങനെ പല ചെറിയ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ജോയിൻറ്റ് സ്ട്രെയിൻസ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അത് നമുക്കൊരു പരിധി വരെ നമുക്ക് ഇവരെ എഡ്യൂക്കേഷനിലൂടെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഒരു കാരണമാണ് പലരും ബാക്ക് പെയിൻ, ഇപ്പോൾ എല്ലാവരും ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ബാക്ക് പെയിനുള്ള എക്സസൈസ് എന്താണെന്ന് നോക്കും. എന്നിട്ട് ചിലപ്പോൾ 2 കാല് ഒരുമിച്ച് പൊന്തിക്കുക, അങ്ങനത്തെ ചിലപ്പോൾ അവർക്ക് ചെയ്യാൻ പാടില്ലാത്ത എക്സസൈസുകളുണ്ടാവും. പക്ഷേ ലോ ബാക്ക് പെയിൻ അടിച്ചു കൊടുക്കുമ്പോൾ എല്ലാം ഒരേ കോമൺ ഇത് തന്നെയായിരിക്കും എല്ലാവർക്കും വരുന്നുണ്ടാവുക. പക്ഷേ അങ്ങനെയല്ല, അത് ശരിക്കും പറഞ്ഞാൽ ഒരു തെറ്റായ ഒരു പ്രവണതയാണ്. അത് ഒരു ഡോക്ടറിനെയോ അല്ലെങ്കിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെയോ കണ്ട് അവരുടെ എന്താണോ കറക്റ്റ് പ്രോബ്ലം എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള എക്സസൈസാണ് ശരിക്കും ചെയ്യേണ്ടത്. അപ്പോൾ അതും കൂടിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നടുവേദന അല്ലെങ്കിൽ ലോവർ ബാക്ക് പെയിൻ വരാതിരിക്കാൻ ഒരു പേഷ്യൻറ്റിന് ഫിസിയോതെറപ്പിസ്റ്റ് എന്ന രീതിയിൽ നിങ്ങൾ എന്തൊക്കെ പ്രതിരോധ നടപടികളാണ് സജസ്റ്റ് ചെയ്യുക? ഡെഫിനറ്റ്ലി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു മെയിനായിട്ടുള്ള കാരണങ്ങളായിട്ട് കാണുന്ന ഒരു പോസ്ചർ ഉണ്ടാവും. പിന്നെ നമ്മുടെ ADLs അതായത് ഡെയിലി ആക്ടിവിറ്റീസിൽ നമ്മൾ കുറേ മിസ്റ്റേക്സുകൾ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതായത് നമുക്ക് എർഗണോമിക് പൊസിഷൻ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. നമ്മുടെ വർക്ക് സ്റ്റേഷൻ എർഗണോമിക്സ് അല്ലെങ്കിൽ എർഗണോമിക്സ് ഇൻ സിറ്റിംഗ്, ഇതൊക്കെ നമ്മൾ കോമൺലി കാണുന്ന ഒരു ടെർമിനോളജിയാണ്. അതായത് ഇരിക്കുമ്പോൾ എങ്ങനെയാണ് കറക്റ്റ് പോസ്ചറിൽ ഇരിക്കുക എന്നുള്ളതാണ്. അതുപോലെ നമ്മളിപ്പോൾ ഇത് വർക്ക് ചെയ്യുന്ന നമ്മുടെ വർക്ക് സ്റ്റേഷൻ എങ്ങനെയുണ്ടായിരിക്കും, നമ്മുടെ ബോഡിക്ക് അഡാപ്റ്റ് ചെയ്തിരിക്കുക. പിന്നെ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ എങ്ങനെ എഴുന്നേൽക്കണം, ഇതെല്ലാം ഈ പൊസിഷൻസ് നമ്മുടെ സ്പൈനിന് ലീസ്റ്റ് പ്രഷർ വരുന്ന പൊസിഷൻസാണ്. അങ്ങനെയാണ് ഇതിന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബെൻഡ് ചെയ്യുന്നതാണെങ്കിലും സ്ട്രെയിറ്റ് ആയിട്ട് ബെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ലോ ബാക്കിന് നല്ല സ്ട്രെയിൻ വരും ജോയിൻസിന്.
പക്ഷെ നമ്മൾ മുട്ട് മടക്കിയിട്ട്, അത് നീ ജോയിൻറ്റ് മടക്കിയിട്ട് ബെൻഡ് ചെയ്താൽ ആ സ്ട്രെയിൻ ഉണ്ടാവുന്നില്ല, ബാക്ക് സ്ട്രെയിൻ ആയിരിക്കും. അങ്ങനെ ചെറിയ ചെറിയ ടിപ്സ് ഉണ്ട്. അതുപോലെ എഴുന്നേൽക്കുമ്പോൾ എപ്പോഴും ചാടി എഴുന്നേൽക്കാതെ സൈഡിലേക്ക് ടേൺ ചെയ്ത ശേഷം എഴുന്നേൽക്കുമ്പോൾ ലീസ് ലോഡ് ഓൺ ദി സ്പൈനാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ലോ ബാക്ക് പെയിൻ, നടുവേദനയൊക്കെ കുറയ്ക്കാൻ അല്ലെങ്കിൽ വരാതിരിക്കാനൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റിക്കും എക്സസൈസസിനും ഒക്കെ എന്തെങ്കിലും ഒരു പാർട്ട് ഉണ്ടാകുമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് ബ്രീഫ് ചെയ്യാമോ? അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നൊന്ന് പറയാമോ? ആക്ച്വലി ഇന്നത്തെ ഒരു കാലത്ത് എക്സസൈസിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഭയങ്കര ബിസി ഷെഡ്യൂളായിട്ട് പോകുന്ന ഒരു ലൈഫാണ് നമ്മുടെ. അതായത് നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ കാറിൽ നിന്ന് ഇറങ്ങി ഓഫീസിൽ നിന്ന് വീണ്ടും വീണ്ടും വീട്. അപ്പോൾ അങ്ങനത്തെ ഒരു ലൈഫിൽ നമ്മളുടെ എക്സസൈസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ബോഡി പോസ്ചേഴ്സും ബാഡ് പോസ്ചേഴ്സായി മാറും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസിൽസാണ് നമ്മുടെ സ്പൈനിനെ ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ആ മസിൽസിന് സ്ട്രെങ്ത് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്പൈൻ വളഞ്ഞു പോകും, അല്ലാന്നുണ്ടെങ്കിൽ സ്പൈനിൽ കൂടുതൽ ഡിഫോമിറ്റീസ് വരും. അങ്ങനെ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ എക്സസൈസ് ചെയ്ത് നമ്മുടെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പൈനിനെ ഹോൾഡ് ചെയ്തോളും, കറക്റ്റായിട്ടുള്ള പോസ്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ചെറിയ ചെറിയ സ്ട്രെയിന് പോലും അത് പ്രോബ്ലംസ് ഉണ്ടാവില്ല. നമ്മുടെ മസിൽസിന് സ്ട്രെങ്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് താഴെ നിന്ന് കുനിഞ്ഞെടുക്കുമ്പോഴേക്കും അയ്യോ മസിൽ കയറി പിടിച്ചു, അല്ലാന്നുണ്ടെങ്കിൽ പെയിൻ വന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് പിന്നെ പ്രൊലോങ്ഡായിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എക്സസൈസ് എന്ന് പറയുന്നത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ നമ്മൾ ഡെയിലി വാക്കിംഗ് പോലും ഇപ്പോൾ ആർക്കും ഇല്ല. വാക്കിംഗ് പോലും നിന്ന ഒരു സമയങ്ങളാണ് ഇപ്പോൾ. അതേപോലെ ജങ്ക് ഫുഡ്സ് അതെല്ലാം കഴിച്ചിട്ട് നമ്മുടെ ബോഡി മൊത്തത്തിൽ വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് റെഗുലർ എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും. ഇത് ബാക്ക് പെയിൻ ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ കൂടി അറ്റ്ലീസ്റ്റ് ഡെയിലി ഉള്ള ഒരു വാക്കിംഗ് അല്ലെങ്കിൽ സ്വിമ്മിങ് ഈസ് എ ബെസ്റ്റ് എക്സസൈസ്. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു നമുക്ക് ഹാപ്പിനെസ് തരുന്ന ഒരു ആക്ടിവിറ്റി നമ്മൾ ഡെയിലി ലൈഫിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ടതാണ്. അത് ഒരു നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാനും കൂടി നല്ലതാണ് എക്സസൈസ്. ഇപ്പോൾ നമ്മൾ ഹൈലി സ്ട്രെസ് ആയിട്ടുള്ളൊരു ഇതിലാണ്, നമ്മുടെ വർക്ക് എൻവയോൺമെൻ്റ് ഒക്കെ ഹൈലി സ്ട്രെസ് ആയിരിക്കും. അപ്പോൾ അത് കുറയ്ക്കാനും കൂടി നമ്മുടെ ഈ എക്സസൈസ് വളരെ ഹെൽപ്പ് ചെയ്യും. പെട്ടെന്നുള്ള നടുവേദനയെ അപേക്ഷിച്ച് ഒത്തിരി നാളുകളായിട്ട് വിട്ടുമാറാത്ത നടുവേദനയുള്ള പേഷ്യൻസ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഇഫക്റ്റീവായിട്ടുള്ള എന്ത് ട്രീറ്റ്മെൻറ്റ് ആണ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ പെയിൻ മാനേജ് ചെയ്യാനുള്ള പെയിൻ മാനേജ്മെൻറ്റ് മെത്തഡോളജീസ് എന്തൊക്കെയാണ്? വിട്ടുമാറാത്ത നടുവേദന എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു 3 മാസത്തിന് മുകളിൽ ഒക്കെ ക്രോണിക് ആയിട്ടുള്ള പെയിൻ ആയിരിക്കും. അവർക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള പെയിൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിൽ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്ന അവരുടെ പെയിൻ്റെ ലെവൽ കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡയറക്റ്റ്ലി നമ്മൾ എപ്പോഴും ഒരു എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ, നോർമലി നമ്മൾ എന്ത് എക്സസൈസ് ചെയ്താലും ആദ്യം നമ്മുടെ ഒരു ബോഡി റെസ്പോൺസ് ആയിരിക്കും ഒരു സ്ലൈറ്റ് പെയിൻ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ബോഡി അതിനോട് അഡാപ്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ പെട്ടെന്ന് പെയിൻ കൂടിക്കഴിഞ്ഞാൽ അവിടെ കൊണ്ട് എക്സസൈസ് നിർത്തിവെക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് അവരെ ഇതെല്ലാം ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്ത ശേഷം അവർക്ക് പെയിൻ കുറയ്ക്കാനുള്ള ഒരു ട്രീറ്റ്മെൻറ്റ്, അതായത് പെയിൻ മാനേജ്മെൻറ്റ് അപ്രോച്ചസ് അവർക്ക് വേണ്ടി ചെയ്യും. അതൊരു 50% പെയിൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവർക്കൊരു എക്സസൈസ് പ്രോഗ്രാം, അവരുടെ മസിൽസിൻ്റെ ഫ്ലെക്സിബിലിറ്റി, ഇപ്പോൾ ടൈറ്റ്നസ് കാണും ചിലപ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഡിസ്ക് ഇഷ്യൂസ് ഉള്ള ആൾക്കാരായിരിക്കാം. എന്തുകൊണ്ടാണെങ്കിലും അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു എക്സസൈസ് പ്രോഗ്രാം നമ്മൾ ഡിസൈൻ ചെയ്യും. നമുക്കിതിനകത്തൊരു ലോ ബാക്ക് പെയിൻ പ്രോഗ്രാം ആയിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. കോർ എക്സസൈസ് പ്രോഗ്രാം നമ്മൾ ഡിഫറെൻറ്റ് സ്റ്റേജസ് വൈസ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് സ്റ്റേജിൽ ഒരു സെറ്റ് ഓഫ് എക്സസൈസ്, ഡീപ്പ് കോർ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസുകൾ നമ്മൾ അവർക്ക് കൊടുക്കും. അത് 1 വീക്ക് വീട്ടിൽ ചെയ്യാനായിട്ട് വിത്ത് ഹാൻഡ് ഔട്ട്സ് കൊടുക്കും. അത് കഴിഞ്ഞ് അവരെ ഒരു റിവ്യൂവിന് ആഫ്റ്റർ 1 വീക്ക് വിളിക്കും. വീണ്ടും നമ്മൾ അവരെ അസസ് ചെയ്യും. അവരുടെ അതിനനുസരിച്ച് നെക്സ്റ്റ് ലെവൽ അങ്ങനെ ഒരു 3-4 ടൈംസ് നമ്മൾ അവരെ വിളിച്ച് അവർക്കൊരു പ്രോഗ്രാം കൊടുത്ത് അവരതിനോട് യൂസ്ഡ് ആയി കാണും. അപ്പോൾ പിന്നെ അവരതിനോട് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ അവരോട് എഡ്യൂക്കേറ്റ് ചെയ്യും. പെയിൻ കുറഞ്ഞാലും കംപ്ലീറ്റ് ആയിട്ട് നിർത്തരുത്. ഒരു വീക്ക്ലി 4 ടൈംസ് എങ്കിലും എക്സസൈസ് ചെയ്യണം. ഇപ്പോൾ ട്വൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ വൺസ് എങ്കിലും ചെയ്യണം. അതുപോലെ ഡെയിലി വോക്ക്, ഒരു 20 മിനിറ്റ്സ് ഓഫ് വോക്ക് ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യേണ്ടതാണ്. അതാണ് നമ്മുടെ അപ്രോച്ച്. ഇതേപോലെ തന്നെ നമ്മൾ ഇങ്ങനൊരു പ്രോഗ്രാം നമ്മൾ സെറ്റ് ചെയ്യാൻ കാരണം എക്സസൈസ് മാത്രം ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ബുദ്ധിമുട്ടാണ്. പെയിനോട് കൂടിയിട്ട് നമ്മൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പേഷ്യൻ്റ് പെയിൻ വേദന കൂടിയേക്കാം. അപ്പോൾ അതുകൊണ്ടാണ് വേദനയെ കുറച്ചതിന് ശേഷം മാത്രം നമ്മൾ എക്സസൈസ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ പലരും നേരത്തെ മാഡം പറഞ്ഞ മാതിരി വേദന കുറഞ്ഞു കഴിയുമ്പോൾ പിന്നെ എക്സസൈസ് ചെയ്യില്ല, പിന്നെ ഡെയിലി ആക്ടിവിറ്റീസിൽ അങ്ങനെ മുഴുകിപ്പോവും. അപ്പോൾ അതുകൊണ്ട് എക്സസൈസും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ നേരത്തെ എഡ്യൂക്കേറ്റ് ചെയ്ത് പെയിൻ കുറച്ചതിന് ശേഷം നമ്മൾ എക്സസൈസ് ചെയ്യിപ്പിക്കും. അതേപോലെ തന്നെ ഡെയിലി ആക്ടിവിറ്റീസിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. ഇപ്പം നമ്മൾ മലന്ന് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ചെറിയൊരു നമ്മുടെ ബോഡി പോസ്ചറിൽ ഒരു വളവുണ്ടാവും. നമുക്ക് കഴുത്തിനും നമ്മുടെ ഈ ലോവർ ബാക്കിനും ചെറിയൊരു വളവുണ്ടാവും. നമ്മൾ മലന്ന് കിടക്കുന്ന സമയത്ത് ഈ ബെൻഡ് ഇങ്ങനെ മുകളിലേക്ക് പൊന്തി നിൽക്കുമായിരിക്കും.
ബെഡിനോട് സപ്പോർട്ടഡ് ആയിട്ട് ആവില്ല ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രൊലോങ്ഡ് ആയിട്ട് നമ്മൾ കിടക്കുമ്പോഴും ഈ മസിൽ സ്ട്രെയിൻ വരും. നമ്മുടെ ഗ്രാവിറ്റി പിടിച്ച് താഴേക്ക് വലിക്കുന്നത് കൊണ്ട് നമുക്ക് മസിൽ സ്ട്രെയിൻ വരാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നത് വെച്ചാൽ മലന്ന് കിടക്കുന്ന സമയത്ത് മുട്ടിൻ്റെ അടിയിൽ ഒരു പില്ലോ വെച്ചിട്ട് കിടക്കണം. അതേപോലെ സൈഡിലേക്ക് തിരിഞ്ഞ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ മുട്ടിൻ്റെ ഇടയിൽ പില്ലോ വെക്കണം. നേരത്തെ മേഡം പറഞ്ഞ മാതിരി മലന്ന് കിടന്നിട്ട് നേരെ ഒരിക്കലും എഴുന്നേൽക്കരുത്, സൈഡ് തിരിഞ്ഞ് എഴുന്നേൽക്കണം. ഡയറക്റ്റായിട്ട് ബെൻഡ് ചെയ്യരുത്, മുട്ട് മടക്കിയിട്ട് എന്തെങ്കിലും എടുക്കണേ. അത് ചെറിയ ഒബ്ജക്ട്സ് ആയാലും ഹെവി വെയിറ്റ് ഉള്ള സാധനമായാലും നമ്മൾ മുട്ട് മടക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ബോഡിയോട് ചേർത്ത് പിടിച്ചിട്ട് വേണം എന്തും എടുക്കാൻ. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളും നമ്മൾ പേഷ്യൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യും. എപ്പോഴാണ് അല്ലെങ്കിൽ നടുവേദനയുടെ ഏത് സ്റ്റേജിലാണ് ഒരു പേഷ്യൻ്റ് ഒരു ഫിസിയോതെറപ്പിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടത്? ഒരു പെയിൻ ഒരു 5 to 7 days കണ്ടിന്യൂസ് ആയിട്ടുണ്ട്, ഇത് കുറയുന്നില്ല. നോർമലി ഉള്ള പെയിൻ നമ്മൾ ചെറിയ സ്ട്രെച്ചസ് അല്ലെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുത്തു. ഓക്കെ, സപ്പോസ് ഇന്ന് പെയിൻ സ്റ്റാർട്ട് ചെയ്തു, നമ്മളൊരു റെസ്റ്റ് എടുത്തു, 1 to 2 days റെസ്റ്റ് നമുക്ക് ചെയ്യാവുന്നതാണ്. കിടന്നിട്ട് മുട്ടിനടിയിൽ പില്ലോ വെച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് മസിൽസ് റിലാക്സ് ആവും. അപ്പോൾ ആ പൊസിഷനിൽ ഒന്ന് റെസ്റ്റ് എടുത്തു. പിന്നെ ഈ പൊസിഷൻസൊക്കെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ലെഗ് ടേണിങ്ങിൻ്റെ ആ ഒരു പൊസിഷൻസ്, അങ്ങനെ പ്രിക്കോഷൻസ് എല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടും ഈ പെയിൻ പെർസിസ്റ്റ് ആയിട്ട് ഒരു 5 to 7 days ആയിട്ടും സിവിയർ ആയിട്ട് നിൽക്കുന്നുണ്ട്. നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഓർത്തോപെഡിഷനോ ന്യൂറോളജിസ്റ്റിനോ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. നമ്മളുടെ മൊബിലിറ്റീനെ അല്ലെങ്കിൽ ഒരു ഡെയിലി ആക്ടിവിറ്റീസിനെ എഫക്ട് ചെയ്യുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മളൊരു പ്രൊഫഷണൽ ഡോക്ടർ ഇപ്പോൾ പില്ലോ യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ നടുവേദനയായിട്ട് വരുന്ന പേഷ്യൻസിന് അല്ലെങ്കിൽ ലോവർ ബാക്ക് പെയിൻ ആയിട്ട് വരുന്ന പേഷ്യൻറ്റിന് ബെൽറ്റ് യൂസ് ചെയ്യാനായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറയാമോ? ബെൽറ്റ് ആക്ച്വലി നമുക്ക് സിവിയർ ആയിട്ടുള്ളൊരു പെയിൻ ഉണ്ട്, നല്ല പെയിനാണ്, നമുക്ക് എഴുന്നേക്കാൻ വയ്യ, നമ്മുടെ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴെല്ലാം നമുക്ക് പെയിൻ ഉണ്ട്. ആ ഒരു അക്യൂട്ട് സ്റ്റേജിൽ, സിവിയർ പെയിൻ സ്റ്റേജിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ബെൽറ്റ് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ബെൽറ്റ് വെയർ ചെയ്യുമ്പോൾ ആ പാർട്ടിന് റെസ്റ്റ് കിട്ടും, നമുക്ക് നമ്മുടെ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ സ്റ്റഡീസ് എല്ലാം പറയുന്നത് ഒരു ലോങ് ടൈം യൂസ് എപ്പോഴും മസിൽ വേസ്റ്റിങ്ങിലേക്ക്, മസിൽ വീക്ക്നെസ്സിലേക്ക് കാരണമാകും. അപ്പോൾ ബെൽറ്റ് വെയർ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യം ഫുൾ സപ്പോർട്ടാണ് സ്പൈനിന്. നമ്മൾ ഗ്രാജുവലി നമ്മൾ സൈക്കോളജിക്കലിയും അതിലേക്ക് അങ്ങ് അഡാപ്റ്റ് ആയിരുന്നു. അപ്പോൾ ജനറലി പേഷ്യൻസ് പറയുന്ന നമ്മൾ കാണുന്നത് അവർ പിന്നെ അത് ഡിസ്കാർഡ് ചെയ്യാനായിട്ട് റെഡിയല്ല, അവർക്കത് ഇല്ലാതെ ഇരിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റ് പറയാറുണ്ട്. അപ്പം എപ്പോഴും ഞങ്ങളുടെ ഒരു അഡ്വൈസ്, എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് ഒരു മാക്സിമം 1 week, അതിൽ കൂടുതൽ ഒരിക്കലും ആ അക്യൂട്ട് സ്റ്റേജ് പെയിൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാജുവലി അതിന് ഡിസ്കാർഡ്. ഗ്രാജുവലി എന്ന് മീൻസ് ആദ്യമേ വീട്ടിനകത്ത് ഉപയോഗിക്കാതിരിക്കുക, ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ഉപയോഗിക്കുക, പിന്നെ പതുക്കെ അതിനെ ഗ്രാജുവൽ ആയിട്ട് ലോങ് ടൈം ജേർണിക്കൊക്കെ ഓൾവേസ് ബെറ്ററാണ്, നമുക്ക് സ്ട്രെയിൻ വരാതിരിക്കാൻ. ഇപ്പോൾ ഒരു ഡിസ്ക് പ്രൊലാപ്സ് ഒക്കെ ഉള്ള ഒരു പേഷ്യൻറ്റിന് ലോങ് ടൈം ആയിട്ടുള്ള കാർ ജേർണിയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ജേർണി ഉണ്ടെങ്കിൽ അത് ബെൽറ്റ് ഇട്ടിട്ട് യാത്ര ചെയ്യാവുന്നതാണ്. അല്ലാതെ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിൽ അത് ലോങ് ടൈം ഒരിക്കലും യൂസ് ചെയ്യരുത്. നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എക്സസൈസിലേക്കാണ്. എക്സസൈസ് ചെയ്തിട്ട് നമ്മൾ ബെൽറ്റ് യൂസ് ചെയ്താൽ നമ്മുടെ മസിൽസ് എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി വർക്ക് ചെയ്യുന്നില്ല, അപ്പം ആ സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ആവുന്നില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി ഷോർട്ട് ടേം യൂസ് നമുക്ക് യൂസ് ചെയ്യാം, ലോങ് ടേം യൂസ് ചെയ്യാം. പ്രൊലോങ്ഡ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ദോഷമാണ് വരുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ മസിലാണ് ശരിക്കും സപ്പോർട്ട് ചെയ്യേണ്ടത്. അതിന് പകരം നമ്മുടെ ബെൽറ്റ് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ റേഞ്ച് ഓഫ് മോഷൻസ്, മൊബിലിറ്റി എന്തായാലും കുറയും. മൊബിലിറ്റി കുറയുമ്പോൾ നമ്മുടെ ആ ഒരു 2 എല്ലുകൾ തമ്മിലുള്ള ഗ്യാപ്പ് കുറയാനും അതേപോലെ തന്നെ മസിൽ വീക്ക്നെസ്സിനും എല്ലാത്തിനും കാരണമാവും. അപ്പോൾ അത് ഗുണത്തേക്കാളേറെ ദോഷത്തിലേക്ക് മാറും. അപ്പോൾ അതുകൊണ്ട് പെയിൻ കുറഞ്ഞതിന് ശേഷം അതെന്തായാലും ഡിസ്കാർഡ് ചെയ്തേ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് എക്സസൈസ് ചെയ്ത് സ്ട്രെങ്തൻ ചെയ്യണം. ഓക്കെ, നമുക്ക് ബെൽറ്റ് യൂസ് ചെയ്ത് നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ, റുട്ടീൻ വർക്ക് ചെയ്യുന്നതിനൊന്നും പ്രശ്നം ഉണ്ടാവില്ല ഇനീഷ്യൽ സ്റ്റേജിൽ. ഓക്കെ, നമ്മൾ അതായത് ഒരു പെയിൻ കുറയുന്ന ടൈം വരെ, അത് കഴിഞ്ഞാൽ അത് ഡിസ്കാർഡ് ചെയ്തിട്ട് എക്സസൈസിലേക്ക് പോകുക എന്നുള്ളതാണ്. സോ എന്താണ് ലോവർ ബാക്ക് പെയിൻ, എങ്ങനെ അത് പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു വിവിഡായിട്ടുള്ളൊരു പിക്ചർ എന്തായാലും ജനറൽ പബ്ലിക്കിന് ഇതിലൂടെ കിട്ടിയിട്ടുണ്ടാവും. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വിത്ത് അസ് ടുഡേ. താങ്ക് യു.